കൃത്യമായിട്ട് അതിൽ ക്ഷേമ പെൻഷൻ 3000 രൂപയിലേക്ക് എത്തിക്കും. യുവാക്കൾക്ക് 5 ലക്ഷത്തിൻ്റെ പലിശരഹിത വായ്പാ സൗകര്യം. +1 സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ പോകുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ വിദ്യാർത്ഥികൾ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു നീഡായിരുന്നു ഈ പറയുന്ന +1 സീറ്റുകൾ അല്ലേ. 10ാം ക്ലാസ്സിൽ വിജയിച്ച് കയറുന്ന അത്രയും വിദ്യാർത്ഥികൾക്ക് +1നും +2നും സീറ്റില്ലാത്ത ഒരു പ്രശ്നം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിനേക്കാളൊക്കെ ഉപരി വലിയ വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ക്ഷേമ പെൻഷനാണ്. മറ്റൊന്ന് ഈ പറയുന്ന KSRTCയിലെ സൗജന്യ യാത്രയാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 rupees പെർ മന്ത്, 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുവാനുള്ള ഘട്ടം ഘട്ടമായ നടപടികളിലേക്ക് സർക്കാർ കടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പണിപ്പുരയിലേക്ക് സർക്കാർ കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസത്തെ ഒരു മെൻസ്ട്രൽ ലീവ്, ആ പീരീഡ് ഉണ്ടാവുന്ന കാലയളവിൽ ആദ്യത്തെ 3 ദിവസം അവധി നൽകാനുള്ള ഒരു തീരുമാനം. അതുപോലെ തന്നെ ഈ തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള തൊഴിലാളികൾക്ക് അവർക്ക് 6 മാസത്തെ പ്രസവ അവധി, മെറ്റേണിറ്റി ലീവ്. ഈ 2 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതാണ് സ്ത്രീകൾക്ക് ഒപ്പം സ്ത്രീ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കൃത്യമായിട്ട് അവർക്ക് ആവശ്യമുള്ള, അവർക്ക് കൺസിഡറേഷൻ കൊടുക്കേണ്ടിടത്ത് കൺസിഡറേഷൻ കൊടുത്ത് അവരെ കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു നയം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട്. കാരണം പലപ്പോഴും ഈ ഒരു മെൻസ്ട്രൽ പീരീഡ് എന്ന് പറയുന്നത് എസ്പെഷ്യലി വിദ്യാർത്ഥിനികളെ പോലെയുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു അവധി അത് വളരെ ചരിത്രപരമായ ഒരു നീക്കം എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ, 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത്, അങ്ങനെ കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്നത്, ലഹരി മുക്ത കേരളത്തിന് പ്രത്യേക പദ്ധതി, അങ്ങനെ വളരെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിന് ഏറ്റവും മുതൽക്കൂട്ടാകുന്ന നയപ്രഖ്യാപനങ്ങളുമായിട്ടാണ് വി ഡി സതീശൻ ഗവൺമെൻറ്റിൻ്റെ ആദ്യ നയപ്രഖ്യാപന സമ്മേളനം അവസാനിച്ചിരിക്കുന്നത് അല്ലേ.